ഒരിക്കലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ ഒരു ആമുഖത്തോടുകൂടി ഓർമ്മപ്പെടുത്തി. പ്രവാചകൻ പറഞ്ഞു, സലാസുൻ ഉഖ്സിമു അലൈഹിന്ന വ ഉഹദ്ദിസുകും ഹദീസൻ ഫഹ്ഫളൂ. 3 കാര്യങ്ങൾ ഞാനിതാ ആണയിട്ട് പറയുന്നു, സത്യം ചെയ്തു പറയുന്നു. ഇതാ ഞാൻ ഇനി പറയാൻ പോകുന്ന ഹദീസിനെ നിങ്ങൾ ഫഹ്ഫളൂ, നിങ്ങൾ ഹിഫ്ളാക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. എന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, മാ നഖസ മാലു അബ്ദിൻ മിൻ സദഖഹ്. ഒരു സദഖ കൊണ്ടും ഒരു സകാത്ത് കൊണ്ടും ഒരാളുടെയും പണത്തിൽ കുറവ് വരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ ആണയിട്ട് പറഞ്ഞ കാര്യമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് വ്യക്തമാക്കിയിട്ടുണ്ട്. വമാ അൻഫഖതും മിൻ ശൈഇൻ ഫഹുവ യുഖ്ലിഫു. നിങ്ങൾ എന്തൊന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലും അല്ലാഹു സുബ്ഹാനഹു വ തആല അതവിടെ പകരം വെക്കുന്നതാണ്. അതുകൊണ്ട് സകാത്ത് നൽകുന്നതിലൂടെ, സദഖ നൽകുന്നതിലൂടെ ധനത്തിൽ കുറവ് വരില്ല പ്രിയപ്പെട്ടവരെ, വർധനവ് മാത്രമാണ് ഉണ്ടാവുക എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഹൃദയ പരിശുദ്ധിയോടുകൂടി, ഏറെ ഇഷ്ടത്തോടുകൂടി ഈ സകാത്ത് നൽകാൻ നമ്മൾ തയ്യാറാവണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, സലാസുൻ മൻ ഫഅലഹുന്ന ഫഖദ് തഅമ തഅമൽ ഈമാൻ. 3 കാര്യങ്ങൾ അതാരെങ്കിലും ചെയ്താൽ ഈമാനിന്റെ മധുരം ആസ്വദിക്കാൻ അവർക്ക് സാധിക്കുന്നതാണ്. ഈമാനിനൊരു മധുരമുണ്ട്, ഈമാനിനൊരു മാധുര്യമുണ്ട്, അതിനൊരു ഹലാവത്തുണ്ട്, അതിനൊരു ആസ്വാദനമുണ്ട്. ആ ആസ്വാദനം ലഭിക്കുന്ന 3 കാര്യങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, വഅഅതാ സകാത മാലിഹി ത്വയ്യിബതൻ ബിഹാ നഫ്സുഹു. നല്ല മനസ്സോടുകൂടി ഹലാലായി സമ്പാദിച്ച ധനത്തിൽ നിന്ന് ഒരു പ്രയാസവുമില്ലാതെ സകാത്ത് നൽകുന്നവരാരോ അവർക്കാണ് ഈമാനിന്റെ മധുരം ആസ്വദിക്കുവാൻ സാധിക്കുന്നത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈമാനിന്റെ മധുരം ആസ്വദിക്കുവാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, യഥാർത്ഥ മുസ്ലിമീങ്ങളായി തീരാൻ നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, സകാത്ത് നൽകാൻ ബാധ്യതയുള്ള ആളുകൾ അത് കണക്കാക്കി അർഹതപ്പെട്ട ആളുകൾക്ക് അത് നൽകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.